പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വ്യാഴാഴ്ച ദിനത്തിലെ പരിശുദ്ധ ലിയോ പാപ്പായുടെ ഒരു കോട്ടാണ് നാം ധ്യാനിക്കുന്നത്. അവിടെ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നത് എങ്കിൽ നാം പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവപുത്രന്മാരായി മാറും. അതായത് നമ്മളുടെ ക്രൈറ്റീരിയൻ സ്നേഹമാണെങ്കിൽ നമ്മൾ ദൈവപുത്രന്മാരായി മാറും എന്നാണ് ശരിക്ക് പാപ്പ പറയുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ ദിവസങ്ങളിലൊക്കെ ഒന്ന് ഒരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു നമ്മളുടെ വീടുകളിലെ വിഷയങ്ങൾ, നമ്മളുടെ യൂണിറ്റുകൾ, നമ്മുടെ ഇടവകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, എല്ലായിടത്തും നമ്മുടെ തൊഴിൽ മേഖല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാത്തതല്ലേ സഹോദരങ്ങളെ? എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമായിട്ട് വരുന്നത് സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മളുടെ ജോൺ ഓഫ് ക്രോസ്, കുരിശിലെ യോഹന്നാൻ, അവസാന വിധിയിൽ നാം വിധിക്കപ്പെടുന്നത് സ്നേഹം എന്നതിൻ്റെ മാനദണ്ഡം വെച്ചായിരിക്കുമെന്ന് ജോൺ ഓഫ് ക്രോസ് പറയണത്. ഈ സ്നേഹത്തിൻ്റെ അതിൻ്റെ മറ്റൊരു വേർഷനാണ് ലിയോ പാപ്പയിലൂടെ പറയുന്നത്. സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നാം പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവപുത്രന്മാരായി മാറും. അവസാന വിധിയിൽ സ്നേഹമാണ് മാനദണ്ഡമാവുക എന്നാണ് ജോൺ ഓഫ് ക്രോസ് പറയുന്നത്. നമുക്ക് പ്രിയ സഹോദരങ്ങളെ, ആദ്യം നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞില്ല എങ്കിൽ സ്വാർത്ഥ സ്നേഹം കൊണ്ട്, ലോകസ്നേഹം അത് സ്വാർത്ഥ സ്നേഹമായിട്ടാണ് പലപ്പോഴും മാറുക. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടോ, ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് സ്വർഗം ഇടയാക്കും. ദൈവമേ, പരിശുദ്ധാത്മാ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത്, ആ സ്നേഹം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതാണ് ദൈവസ്നേഹം ഈസ് ഈക്വൽ ടു പരിശുദ്ധാത്മ സ്നേഹം. പരിശുദ്ധാത്മ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈശോ ഇപ്പോൾ ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്കും ഈശോ എഴുന്നള്ളി വരട്ടെ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.